വെൽക്കം ബാക്ക് ടു റോസസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ഷോർട്സ് ഇടത്തിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ലോങ് വീഡിയോ ഇടുമ്പോൾ അങ്ങനെ കാണാറില്ല. ഞാൻ ഒറ്റയ്ക്കാണല്ലോ എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് സ്പീഡാക്കാൻ അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ പിടിച്ചെടുക്കുന്നതും, അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാത്തത്. എനിക്ക് സ്പീഡാക്കാനും തന്നുണ്ട് മറ്റുള്ള ക്രാഫ്റ്റേഴ്സിനെ പോലെ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്കൊന്ന് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കാം. അതിന് കളർ പേപ്പർ വേണം, പിന്നെ നമുക്ക് സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷും വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കലക്കിയെടുക്കണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു ബ്രഷൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്. ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പൊന്ന് വെള്ളത്തിൽ ഇതാക്കുക, പിന്നെ 2 കളർ പേപ്പർ. നിങ്ങൾ എത്ര കളറാണ് ഉദ്ദേശിക്കുന്നത് അത്രയും കളറ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ താണ്ട് ഇവിടെ സോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സോപ്പിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോപ്പ് വേണം. അതിനുശേഷം നമുക്ക് ഇത്തിരി വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാം. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ താണ്ട് ഒരു ഐസ്ക്രീം പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഗൈസ്. തുറന്നെടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അതുകൊണ്ട് നമുക്കിനി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഈസി മെത്തേഡ് നോക്കുന്നുണ്ട്. ഞാനിവിടെ കൈ വെച്ചൊന്ന് ഉരച്ചൊരച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നല്ലപോലെ പതയുന്ന വരെ നമുക്കൊന്ന് ഇളക്കണം. ഇളക്കി പതയിപ്പിച്ചെടുക്കാം. പിന്നെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കുന്നുണ്ട്. സോപ്പൊക്കെ ഒന്ന് ചെറിയൊരു കഷ്ണം ഇട്ടതിന് ശേഷം സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മെൽറ്റ് ആകാത്തതുകൊണ്ട് ഞാൻ പുതി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഐസ്ക്രീമിൻ്റെ വേറൊരു ഐസ്ക്രീമിൻ്റെ പാത്രം എടുത്തതിന് ശേഷം അതിലൊന്ന് നിറച്ചിട്ട് കുലുക്കി എടുക്കാം. നമുക്ക് കുലുക്കി സിറപ്പത്ത് കുലുക്കുന്ന കണക്ക് ഒന്ന് കുലുക്കി എടുക്കാം. അപ്പം ഞാൻ തൻ്റെ ഒന്ന് കുലുക്കി സർപ്പത്ത് കുലുക്കുന്ന എനിക്ക് നല്ലപോലെ ഒന്ന് കുലുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലപോലെ ഒന്ന് കുലുക്കി എടുക്കാം.
നല്ല പതിന്ന് വരുന്ന കുലുക്കി കുലുക്കി അങ്ങ് എടുക്കാമേ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഒന്ന് തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് മാറ്റിക്കളയണം ഗൈസ്. ഇത് കണക്കത്തെ പണി എനിക്ക് എപ്പോഴും പറ്റും ഗൈസ്. കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങൾ പറ്റും. ഈ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങൾ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഇതാണെങ്കിൽ ഇത്തിരി ലൂസാവണം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടീഷൻ ഇപ്പോഴത്തെ. പിന്നെ നമുക്കൊന്ന് ഇതാക്കാം. ഇനി നമുക്കിതൊന്ന് ബൗളിലേക്ക് ആക്കാം. മാക്സിമം ഈ ഒരു കൺസിസ്റ്റൻസി ആവണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി പേപ്പർ സോപ്പിൻ്റെ മെയിൻ ആളായ കളർ പേപ്പർ. ഞാനിവിടെ ഒരു പച്ച കളർ, ലൈറ്റ് പച്ചയും പിന്നീട് ബ്ലൂ ആട്ടോ എടുക്കുന്നത്. ഇതിന് ലാസ്റ്റിലൊരു വലിയൊരു കോമഡി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ട് ചിരിച്ചോളൂ. എന്തെന്ന് വെച്ചാൽ എനിക്ക് അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കോമഡി ആയിട്ടായിരിക്കും തോന്നുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യും, എനിക്കിത്തിരി സാഡ്നെസ്സാണ്. അപ്പം നിങ്ങളൊന്ന് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കോമഡി ആയിട്ടേ തോന്നും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ്ടേ സോപ്പൊക്കെ ഒന്ന് നീട്ട് കൊടുത്തതിന് ശേഷം കാണാം. അപ്പോൾ ഞാൻ എന്തായാലും ബ്രഷൊക്കെ വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ എന്താണ്ട് അടുത്ത ബോട്ടിലൊക്കെ സെറ്റാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് സെയിം കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്ത കളർ എടുക്കാൻ പോകുന്നത് നമ്മൾ ബ്ലൂ കുട്ടനാണ്. നമുക്ക് ആളെ ഞങ്ങൾ എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഇനി കോമഡി വരുവാണ്, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കുട്ടപ്പനെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. അപ്പോൾ കോമഡി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കോമഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കോമഡി. എനിക്ക് നല്ല സങ്കടമായിട്ടുണ്ട്. ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യുക, നമ്മൾ എടുത്തൊന്ന് മാറ്റി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇനി നമുക്കിത് ഫ്ലോപ്പ് ആവുമോ അതോ ഫ്ലോപ്പ് ആവില്ലേ നാളത്തെ നമ്മളുടെ പാർട്ടിയിൽ കാണാം. ഇത് പാർട്ട് 1 ആണ്. നാളെ വരാൻ പോകുന്നത് പാർട്ട് 2 ആണ്. നാളെയും രാത്രിയൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. വോയിസ് ഓവർ എല്ലാം കൊടുത്ത് വരുമ്പോഴത്തേക്കും രാത്രിയൊക്കെ ആവും. അപ്പോൾ ഞാൻ രാത്രിയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നാളെ രാത്രി വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളാ ബ്ലൂവിൻ്റെ ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. ഇത് ഫ്ലോപ്പാവില്ല നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് ഫ്ലോപ്പ് ആയില്ലെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ ഇനി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. ഇനി നാളത്തെ പാർട്ടിൽ നമുക്കൊന്ന് കാണാം. ഫ്ലോപ്പാവില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഫ്ലോപ്പ് ആയില്ലെങ്കിൽ നമുക്ക് കാണാം. ഇനിയും നടക്കത്തെ കുഞ്ഞു ക്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.